മാത്രം ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. അതിനകത്ത് ഞാനത് ആ ഇൻ്റർവ്യൂ മുഴുവൻ കണ്ടിരുന്നു. എനിക്ക് കൂടുതൽ കാര്യങ്ങളും രഞ്ജിത്ത് പറഞ്ഞ കാര്യങ്ങളോടും യോജിപ്പാണുള്ളത് ആ ഇൻ്റർവ്യൂവിൽ. ഉദാഹരണത്തിന് ഭീമൻ രഘുവിനെ കുറിച്ച് പറഞ്ഞ കാര്യം, പക്ഷേ ആർക്കത് വിയോജിക്കാൻ കഴിയും? ഇത്ര പരിഹാസ്യമായൊരു നിപ്പാണ്. അത് വളരെ സരസമായിട്ടാണ് രഞ്ജിത്ത് അത് പറഞ്ഞിരിക്കുന്നത്. അത് ഒരു മണ്ടനാണ് എന്നുള്ളൊരു അഭിപ്രായം പറയുന്നുണ്ട്. അത് ഒരു നല്ല ഒബ്സർവേഷനായിട്ടാണ് ഞാൻ കാണുന്നത്. രണ്ട്, സുരേഷ് ഗോപിയെക്കുറിച്ച് പറഞ്ഞത് വളരെ കൃത്യമാണ്. അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനാകണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന മണ്ടൻ പ്രസ്താവന നടത്തുക എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ എനിക്ക് യോജിപ്പുള്ള കാര്യമാണ് കേട്ടോ. പിന്നെ പറഞ്ഞു അതേപോലെ തൂവാനത്തുമ്പികളിൽ മോഹൻലാലിൻ്റെ സ്ലാങ്, ഈ പറയുന്ന തൃശ്ശൂർ ഭാഷ, അത് ഒട്ടും തന്നെ ശരിയായിരുന്നില്ല. അത് ഭാഷയുടെ ഇമിറ്റേഷൻ ആയിരുന്നു. അത് നന്നായിട്ട് രഞ്ജിത്ത് പ്രാഞ്ചിയേറ്റിൽ ഉപയോഗിച്ചിട്ടുമുണ്ട്. അപ്പോൾ അത് വിജയിച്ച ആളാണ്. എനിക്കൊക്കെ അറിയാമെന്ന്. ഇപ്പോൾ നമ്മൾ തിരുവിതാംകൂറുകാർക്ക് ഈ രീതിയിലാണ് തൃശ്ശൂർ ഭാഷയെ നമ്മൾ അറിഞ്ഞു വെച്ചിരിക്കുന്നത്. അങ്ങനെയല്ല ഭാഷ. അപ്പോൾ അത് വേറെ രീതിയിൽ അവതരിപ്പിച്ച ആളെന്നുള്ള അല്ലെങ്കിൽ വിജയിച്ച ആളെന്നുള്ള നിലയ്ക്ക് അങ്ങനെയൊക്കെയുള്ള അഭിപ്രായങ്ങൾ വളരെ മനോഹരമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആണത്. അതുപോലെ ഡോക്ടർ ബിജുവിൻ്റെ കാര്യത്തിലും, ഈ ഡോക്ടർ ബിജുവിൻ്റെ കാര്യത്തിൽ ഈ അദൃശ്യജാലകങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഈ ഇൻ്റർവ്യൂവിൽ. അപ്പോൾ അവരാരും കണ്ടിട്ടില്ല. അദൃശ്യജാലകങ്ങൾ ആളുകൾ അധികം കാണുന്നില്ല. അപ്പം അതിനെക്കുറിച്ച് ബിജു ആലോചിക്കണം എന്നാണ് പറഞ്ഞത്. അതിന് ഉദാഹരണമായിട്ട് ഈ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ പോലുള്ള സിനിമ, കാതൽ പോലുള്ള സിനിമ ആളുകൾ കാണുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് വളരെ കലാമൂല്യമുണ്ടല്ലോ, അതേസമയം തന്നെ ആളുകൾ കാണുന്നുമുണ്ട്. അപ്പോൾ ആ രീതിയിൽ അത് ആലോചിക്കണമെന്ന് പറയുന്ന ഒരു കാര്യമാണ്, ഒരു നിരീക്ഷണമാണ്. പിന്നെ അതും ഒട്ടും തന്നെ ബിജുവിനെ ഹർട്ട് ചെയ്യുന്നൊരു സ്റ്റേറ്റ്മെൻ്റ് അല്ല. ബിജു ആലോചിക്കണമെന്നൊരു അഭിപ്രായം എനിക്കുമുണ്ട് ആ കാര്യത്തിൽ. പക്ഷേ അതൊക്കെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാക്കാം. അവിടെ ഈ ചോദ്യകർത്താവാണ് ചോദിക്കുന്ന റെലവൻസ് എന്നൊരു വാക്ക് വരുന്നത് അവിടെയാണ്. അയാൾ ഈ പറയുന്ന ഈ പിന്നെ ആദ്യം ഇദ്ദേഹം കയറി പറയുന്നില്ല, രഞ്ജിത്ത് പറയുന്നില്ല അയാൾക്കൊക്കെ റെലവൻസ് ഉണ്ടോ എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നില്ല. ഈ ചോദ്യകർത്താവാണ്, എങ്ങനെയാണെങ്കിൽ അയാൾക്കൊരു റെലവൻസ് ഉണ്ടോ അത് അയാൾ ആലോചിക്കണം എന്നാണ് പറയുന്നത്. എൻ്റെ പ്രശ്നം അതിനകത്ത് രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമിയുടെ അധ്യക്ഷനാണല്ലോ, ചെയർമാനാണല്ലോ. അക്കാദമി എന്ന് നമ്മൾ ആ സ്ഥാപനത്തെ വിളിക്കുന്നത് അത് ചലച്ചിത്രത്തിനെ കുറിച്ചുള്ള, സിനിമയെക്കുറിച്ചുള്ള സാക്ഷരത, നല്ല അറിവുകൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ നികുതി പണത്തിൽ നിന്ന് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സർക്കാർ സംവിധാനമാണ്. അപ്പോൾ അത് ഒരു പഠന കേന്ദ്രത്തിൻ്റെ സ്വഭാവമാണ്. അതുകൊണ്ടാണ് വിദേശത്തു നിന്നുള്ള ചിത്രങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ട് ഈ തിയേറ്ററുകാർ ആരും പിന്നെ ഈ സിനിമയൊന്നും കൊണ്ട് നമ്മളെ കാണിക്കില്ലല്ലോ. അപ്പോൾ അതിനൊരു സംവിധാനം വേണം. ജനങ്ങൾക്ക് നല്ല സിനിമ അറിയാൻ വേണ്ടിയിട്ട് സംവിധാനം വേണം. അതിനാണ് ലോകത്തു നിന്നുള്ള നല്ല സിനിമകളൊക്കെ കണ്ടെത്തി അത് കൊണ്ടുവന്ന് ഫെസ്റ്റിവലുകളൊക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു അക്കാദമിക് സ്വഭാവത്തിൽ ഒരു സംഘടനയെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അത് ചലച്ചിത്ര സാക്ഷരത അങ്ങേയറ്റം നന്നാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അവിടെ അൺഫോർച്ചുനേറ്റ്ലി ഈ പറയുന്ന ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായിരുന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യം, സിനിമയ്ക്കൊരു മാസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല, സിനിമയ്ക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാനേ പറ്റില്ല എന്നിങ്ങനെ ആവർത്തിച്ച് പറയുകയാണ് ആളുകളെ. പറ്റും എന്ന് തോന്നുന്ന വലിയ വിഡ്ഢികൾ ഒരു ചെറിയ ശതമാനമുണ്ട്. അതായത് ഈ സിനിമയ്ക്ക് സമൂഹത്തെ സ്വാധീനിക്കാൻ കഴിയില്ല എന്നും ഇനി അങ്ങനെ കഴിയുമെന്ന് വിചാരിക്കുന്ന വിഡ്ഢികളുടെ ഒരു സമൂഹമുണ്ട് എന്നും അത് വീണ്ടും പറയുന്നുണ്ട്. 101% സിനിമയിൽ നിന്നും ഒന്നും സ്വീകരിക്കുന്നില്ല, നിങ്ങൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുകയില്ല, ഇങ്ങനെയൊക്കെയുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് അദ്ദേഹം നടത്തിയത്. വളരെ അപകടകരമായൊരു സ്റ്റേറ്റ്മെൻറ്റ്. ഒരു ചോദ്യകർത്താവ് ചോദിക്കുന്നുണ്ട് പൈതൃകം പോലുള്ള സിനിമ, അപ്പോൾ സിനിമയ്ക്ക് രാഷ്ട്രീയമില്ലേ? സിനിമയ്ക്ക് രാഷ്ട്രീയമൊന്നുമില്ല, സിനിമയുടെ പൊളിറ്റിക്സ് ഒന്നും അന്വേഷിച്ച് നിങ്ങൾ പോകരുത്, അർഹിക്കാത്ത ഒരുപാട് ഗൗരവം നിങ്ങൾ കാണിക്കുന്നുണ്ട് ഇക്കാര്യത്തിലൊക്കെ. അപ്പോൾ പൈതൃകം എന്നുള്ള ജയരാജൻ്റെ സിനിമ ഒരു പിന്തിരിപ്പൻ ആശയത്തെ കൊണ്ടുവരുന്നില്ല, ഒന്നുമില്ല. അത് ലാഭത്തിന് വേണ്ടി ആ സമയത്തൊരു മാർക്കറ്റിൻ്റെ ഫോർമുല വെച്ചിട്ട് ചെയ്തിരിക്കുകയാണ്. ഇത്ര നിസ്സാരമായി സിനിമ എന്ന് പറയുന്ന കലാരൂപത്തെ സമീപിക്കേണ്ട ആളാണോ രഞ്ജിത്ത്? നേരത്തെ നീഷ് സൂചിപ്പിച്ചതുപോലെ നല്ല സംഭാവനകൾ മലയാള സിനിമയ്ക്ക് നൽകിയിട്ടുള്ള ആളാണ്. ചലച്ചിത്ര ബോധം നല്ല ഉള്ള ആളാണ്. അങ്ങനെ ഒരു കൂട്ടിച്ചേർക്കില്ല. നോക്കൂ, KG ജോർജ് അടക്കമുള്ളവർ നേരത്തെ ഈ ഒരു ഐഡിയോളജി വെച്ച് പുലർത്തിയിട്ടുള്ളവരാണ്. എന്ന് വെച്ചാൽ സിനിമയുണ്ടായതിന് ശേഷമാണ് ഈ തരത്തിലുള്ള അക്രമങ്ങൾ ഉണ്ടായത് എന്ന് പറയുന്നവരോടുള്ള മറുപടിയാണ് KG ജോർജ് അടക്കം പറഞ്ഞത്. ഈ സിനിമയുണ്ടാകാത്ത കാലഘട്ടത്തിൽ മനുഷ്യനെ തിന്നിരുന്നു എന്നാണ്. വലിയ യുദ്ധങ്ങൾ ഉണ്ടായിരുന്നു, കൊടും കൊലപാതകങ്ങൾ ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലും സിനിമ വയലൻസിന് ഉണ്ടാക്കുന്ന അർത്ഥത്തിലല്ല. അല്ലല്ല, ഞാൻ ആ അർത്ഥത്തിലല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ലോകത്തെ സിനിമകൾ മനുഷ്യരെ നവീകരിക്കുന്നതിൽ, നമ്മൾ ഈ സിനിമ കണ്ടിട്ട് മീശ വിരിച്ചെന്നോ, ആളുകൾ മീശ വിരിച്ചെന്നോ, ഒരു സിനിമ രജനീകാന്ത് പോയിട്ട് 20 പേര് അടിക്കുന്ന പോലെ ഒരാൾ പ്രാക്ടീസ് ചെയ്തെന്നോ ആ അർത്ഥത്തിലുള്ള ഇൻഫ്ലുവൻസിനെ കുറിച്ചല്ല പറഞ്ഞത്. ഒരു കലാരൂപം നിലയ്ക്ക് ഇപ്പോൾ ലെനിൻ പറഞ്ഞത് എന്താണ്? 20-ാം നൂറ്റാണ്ടിൻ്റെ കലയാണ് സിനിമ എന്നാണ് ലെനിൻ പറഞ്ഞത്. അത് ശരിയുമാണ്. ലോകത്ത് 20-ാം നൂറ്റാണ്ടിൻ്റെ കലാരൂപമായി കാണുകയും ആ കലാരൂപം ലോകത്തെ വലിയ രീതിയിൽ സ്വാധീനിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇറാനിയൻ സിനിമ കാണുമ്പോഴാണ് എന്താണ് ഇറാനിൽ നടക്കുന്നതിനെ കുറിച്ച് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതേക്കുറിച്ചൊക്കെ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് അദ്ദേഹം. കാരണം ദി ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പറയുന്ന സിനിമ, അത് കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഒരു സ്ത്രീ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ മുഴുവൻ നല്ല മനോഹരമായി ആവിഷ്കരിക്കുകയാണ്. അത് കാണുമ്പോൾ അത് കാണുന്ന ആണുങ്ങൾ പോലും ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടത്തില്ലേ? നമ്മളുടെ വീട്ടിൽ നമ്മളിങ്ങനെയാണോ ആളോട് പെരുമാറുന്നതെന്ന് തോന്നലുണ്ടാവില്ലേ? അപ്പം ഞാൻ പറയുന്നത് ഈ അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നു അല്ലെങ്കിൽ നരഭോജികളായിരുന്നു നമ്മൾ, അതൊന്നുമല്ല.
ലോകത്തെ സിനിമയ്ക്ക് വളരെ പ്രോഗ്രസീവായ റോൾ വഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ പ്രോഗ്രസീവായ റോളിനെ കാണാതെ പോകേണ്ട ഒരാളല്ല രഞ്ജിത്ത്. ആ ഖേദം എനിക്കുണ്ട്. അത് അക്കാഡമിയുടെ ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് ഒട്ടും റൈറ്റ് ഇല്ല അയാൾക്കത് പറയാൻ. Meet the editors.